ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെറുപ്പത്തിൽ മാഗ്നറ്റുകൾ നമ്മുടെ കളിപ്പാട്ടങ്ങളായിരുന്നു. ഒരു കാന്തം എടുത്തു വെച്ചാൽ ലോഹങ്ങൾ അതിലേക്ക് വലിച്ചെടുക്കുന്നതും നമുക്ക് കാണുവാനായി സാധിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാ ലോഹങ്ങളെയും കാന്തം ആകർഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ആകർഷണത്തിന് പിന്നിലെ അദൃശ്യമായ ശക്തി എന്താണ്? കാന്തത്തിന്റെ ഈ മാന്ത്രിക വിദ്യയുടെ ശാസ്ത്രം നമുക്കൊന്ന് അടുത്തറിയാം. ഒരു കാന്തം ലോഹങ്ങളെ ആകർഷിക്കുന്നതിന് പിന്നിലെ രഹസ്യം ലോഹങ്ങളിലെ ആറ്റങ്ങളിലും ഇലക്ട്രോണുകളിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ ആറ്റത്തിലും ഇലക്ട്രോണുകൾ അവയുടെ അച്ചുതണ്ടിനു ചുറ്റും കടന്ന് കറങ്ങുന്നു. ഈ കറക്കം വളരെ ദുർബലമായ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതായത് ഓരോ ഇലക്ട്രോണും ഒരു ചെറിയ കാന്തം പോലെയാണ് എന്ന് പറയാൻ. ലോഹങ്ങളിൽ ഒരേ ദിശയിൽ വിന്യസിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആറ്റങ്ങളുടെ കൂട്ടത്തെയാണ് മാഗ്നറ്റിക്കൽ ഡൊമെയ്ൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഡൊമെയ്നുകളാണ് ഒരു വസ്തുവിൻ്റെ കാന്തിക സ്വഭാവം നിർണ്ണയിക്കുന്നതും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ എല്ലാ ലോഹങ്ങളെയും കാന്തങ്ങൾ ആകർഷിക്കാറില്ല. ഇരുമ്പ്, നിക്കൽ, കൊബോൾട്ട് തുടങ്ങിയ ചില ലോഹങ്ങളെ മാത്രമേ കാന്തം ശക്തമായി ആകർഷിക്കുന്നുള്ളൂ. ഇവയെയാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലുകൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോഹങ്ങൾക്ക് മാത്രം ഈ പ്രത്യേകത? സാധാരണ അവസ്ഥയിൽ ഫെറോമാഗ്നറ്റിക് ലോഹങ്ങളിൽ ഡൊമെയ്നുകൾ ക്രമരഹിതമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ കാന്തിക മണ്ഡലങ്ങൾ പരസ്പരം റദ്ദ് ചെയ്യപ്പെടുന്നു. എന്നാൽ പക്ഷേ ഒരു ശക്തമായ കാന്തം ഈ ലോഹത്തിന് അടുത്തു വരുമ്പോൾ ആ കാന്തത്തിന്റെ ശക്തി ക്രമരഹിതമായ ഡൊമെയ്നുകളെ ഒരേ ദിശയിലേക്ക് ശക്തമായി തിരിക്കുവാനായി ആരംഭിക്കുന്നു. ഇതോടെ ഈ ലോഹവും താൽക്കാലികമായി ഒരു ടെമ്പററി മാഗ്നറ്റായിട്ട് മാറുന്നു. ഈ പുതിയ കാന്തത്തിന്റെ വിപരീത ധ്രുവം യഥാർത്ഥ കാന്തത്തിന്റെ ധ്രുവത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവ പരസ്പരം അട്രാക്ട് ചെയ്യപ്പെടുന്നതും. നമ്മൾ സാധാരണയായി കാണുന്ന മറ്റ് ലോഹങ്ങൾ, സ്വർണം, ചെമ്പ്, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങൾ കാന്തങ്ങളെ ആകർഷിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഈ ലോഹങ്ങളിൽ മാഗ്നറ്റിക് ഡൊമെയ്നുകൾ രൂപപ്പെടുന്നില്ല. പകരം ഇവ കാന്തികതയുടെ മറ്റു രൂപങ്ങൾ കാണിക്കുന്നു. അലുമിനിയം പോലുള്ളവ കാന്തത്തോട് വളരെ ദുർബലമായ ഒരു ആകർഷണം മാത്രമാണ് കാണിക്കുന്നത്. ഇവ പാരാമാഗ്നറ്റിക് എന്ന് അറിയപ്പെടുന്നു. ഇത് നമ്മുടെ സാധാരണ കണ്ണുകൾക്ക് പോലും ഒരുപക്ഷെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത അത്ര ദുർബലവുമാണ്. എന്നാൽ ചില വസ്തുക്കളാകട്ടെ ഡയാമാഗ്നറ്റിക്കുമായിരിക്കും. ചെമ്പ്, വെള്ളം പോലുള്ളവ കാന്തത്തിന്റെ ശക്തിയിൽ നിന്നും ദുർബലമായി അകന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. ചുരുക്കത്തിൽ ഫെറോമാഗ്നറ്റിക് ലോഹങ്ങൾ മാത്രമേ കാന്തത്തിന്റെ സ്വാധീനതയിൽ ഡൊമെയ്നുകളെ ശക്തമായി വിന്യസിക്കുവാനും അതിനെ തുടർന്ന് അട്രാക്ട് ചെയ്യപ്പെടുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്.